നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ ലലീഗയിൽ റയൽ മാഡ്രിഡ് FC ബാഴ്സലോണയോട് 2-1 ജയിച്ചത്. ബാഴ്സ നേരിയ മാർജിനല്ലേ തോറ്റത് എന്നൊക്കെ ചിലരൊക്കെ പറയുന്നത് കണ്ടു. ഒറ്റ ഗോൾ മാർജിനല്ലേ എന്നൊക്കെ. പക്ഷേ കളിയിൽ ബാഴ്സ ഒരു ക്ലിയർ കട്ട് ചാൻസ് എങ്കിലും ഉണ്ടാക്കിയിരുന്നോ? ഉണ്ടാക്കിയ ചാൻസുകൾ തന്നെ അവർക്ക് മുതലാക്കാൻ പറ്റിയോ? ആ കൂണ്ടൊക്കെ അവസാനം കിട്ടിയ ആ ബോളുണ്ടല്ലോ, കൃത്യമായി നെഞ്ചിലൊക്കെ എടുത്തു. പക്ഷേ ആ ഫസ്റ്റ് ടച്ച് മോശമായതുകൊണ്ട് തന്നെ ബോൾ നേരെ ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് പോയി. അങ്ങനെയൊക്കെയുള്ള ചില ചാൻസുകൾ വീണ് കിട്ടിയത് അവർ മുതലെടുത്തതുമില്ല. പക്ഷേ ഈ 2-1 എന്നുള്ളത് ഈസിലി 5-1 ആകാമായിരുന്നു. അതൊഴിവായത് ഒരാളുടെ മികവ് കൊണ്ടാണ്. അത് അഭിനന്ദിക്കാതെ വയ്യ. കളിക്കളത്തിൽ ബാഴ്സയുടെ നിരയിൽ വെറ്ററനായിട്ടുള്ള ഒരു കളിക്കാരൻ, മറ്റാരുമല്ല വോയ്ചെക് ഷെസ്നി, 35-കാരനായിട്ടുള്ള ഷെസ്നി ഇന്നലെ കിടിലൻ സേവുകളാണ് നടത്തിയത്. ഒരു പെനാൽറ്റി അദ്ദേഹം സേവ് ചെയ്തു. എംബാപ്പയുടെ പെനാൽറ്റി സേവ് ചെയ്തു മാത്രമല്ല, അത് ഇങ്ങനെ ടിപ്പ് ചെയ്ത് പുറത്തേക്ക് കളയുകയാണ്, ഡേഞ്ചറസ് ആയിട്ട് തിരികെ വരാതിരിക്കാൻ വേണ്ടി. അതാണ് എക്സ്പീരിയൻസ്. അതുപോലെ എത്ര ഷോട്ടുകൾ അദ്ദേഹം ഡൈവ് ചെയ്തൊക്കെ തടയുന്നത്. 8 ഡൈവിങ് സേവുകളാണ് ഉണ്ടായിരുന്നത്. അവസാന ഘട്ടത്തിലൊക്കെയുള്ള ചില ഷോട്ടുകളൊക്കെ അദ്ദേഹം ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ റോഡ്രിഗോയുടെ ഫ്രീ കിക്കൊക്കെ അദ്ദേഹം തടഞ്ഞിട്ടത്, ഡൈവ് ചെയ്ത് തടഞ്ഞിട്ടത്. അപ്പോൾ 8 സേവുകൾ, ഡൈവിങ് സേവുകൾ 8 ഉണ്ട്. പിന്നെ ഇൻസൈഡ് ദി ബോക്സിൽ 6 സേവുകൾ, 33 പാസ് അദ്ദേഹം കൊടുത്ത് 30 കൃത്യമാണ്, 91% ആക്യുറസിയാണ്. അപ്പോൾ ടോട്ടൽ സേവുകൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും 9 ഉണ്ട്. 2 ഗോൾ അദ്ദേഹം കൺസീഡ് ചെയ്തു, പക്ഷേ 9 സേവുകൾ, അതിൽ 8 ഡൈവിങ് സേവുകളാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു മികവ് അദ്ദേഹം ഇന്നലെ കാണിച്ചില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പണി ഇതിനേക്കാൾ വലിയ രൂപത്തിൽ കിട്ടിയേനെ. നമ്മളൊന്ന് വിശദമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് sofascore.com നൽകുന്നത് നോക്കുക. 9.6 റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് ഇന്നലെ sofascore.com നൽകിയത്. തോറ്റ ടീമിലെ കളിക്കാരനാണ്. സോ 2 ഗോളുകൾ അദ്ദേഹം കൺസീഡ് ചെയ്തെങ്കിൽ 9 സേവ് ചെയ്തു. ഇൻസൈഡ് ദി ബോക്സിൽ 6 നമ്മൾ പറഞ്ഞു. 82% അദ്ദേഹത്തിന് നേരെ വന്ന ഷോട്ടുകളിൽ 82% അദ്ദേഹം സേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ 2.44 ഗോൾസ്, അതായത് ഗോൾസിലുള്ള സാധ്യത അദ്ദേഹം 2.44 ഗോൾ സേവഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. 9.6 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് sofascore.com കൊടുത്തു. 35 വയസ്സുള്ള താരമാണ് ഇങ്ങനെ പ്രകടനം നടത്തിയത്. ഈ മികവ് അവരുടെ ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളിടത്താണ് ഇന്നലെ പണി കിട്ടിയത്. ഒരു ഘട്ടത്തിലും ബാഴ്സലോണ കളി ജയിക്കുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നില്ല. റയൽ തന്നെയാണ് കൃത്യമായിട്ട് ആധിപത്യം പുലർത്തിയത്. അവരർഹിച്ച വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കളിക്ക് ശേഷം സാബി അലോൺസോ പറഞ്ഞത് ഇതൊരു 3 പോയിന്റ് മാത്രം കിട്ടിയ കളി എന്ന രൂപത്തിൽ കാണണ്ട, ഈ കളിയുടെ വിജയം അതിനേക്കാൾ വലുതാണ്. ഞങ്ങൾ നേരത്തെ തന്നെ കലണ്ടറിൽ റെഡായിട്ട് മാർക്ക് ചെയ്ത് വെച്ചൊരു കളിയാണിത്. ഗെറ്റാഫയ്ക്കെതിരെയുള്ള കളിക്ക് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ കളിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. കാരണം ഈ കളി വളരെ വ്യത്യസ്തമാണ്. സീസണിലെ ടീമിൻ്റെ മൊമെൻറ്റം തന്നെ മാറ്റിക്കളയാവുന്നൊരു കളിയാണിത്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻസോടുകൂടി ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങി, ഞങ്ങൾ വിജയിച്ച് കയറിയെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ്, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയൊക്കെ ഫലം കാണുന്നതും നമ്മൾ കണ്ടു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.